ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ദിസ് ഈസ് മീ അൽഫിൻ അബ്ദുൽ സലാം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാ ബാങ്ക് പരീക്ഷകൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇംഗ്ലീഷ് വിഭാഗത്തിലെ ഒരു തരം ചോദ്യമാണ്. അതെ, വൊക്കാബുലറിയാണ്. എങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറി പഠിക്കേണ്ടത്? വൊക്കാബുലറി ചോദിക്കുന്നതിന് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ ചോദിക്കുന്ന ട്രെൻഡിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബാങ്ക് പരീക്ഷകളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വൊക്കാബുലറി, എൻട്രൻസ് പരീക്ഷകളാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വൊക്കാബുലറി, ജനറൽ വൊക്കാബുലറി, ഇങ്ങനെ വിവിധ തരത്തിലുള്ള വൊക്കാബുലറികളുണ്ട്. അതിൽ ജനറൽ വൊക്കാബുലറിയിൽ നിലവിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചു കാണുന്ന കുറച്ചധികം വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും നമുക്ക് ചോദ്യങ്ങളിലൂടെ പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളുടെ ബാങ്ക് പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ നിങ്ങൾക്ക് ഒന്നാമതെത്തുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് CC ബാങ്ക് എക്സാംസ് തന്നെയാണ്. കോർപ്പറേറ്റീവ് സെക്ടറിലെ മറ്റ് ബാങ്കിങ് പരീക്ഷകളിലും ഏറ്റവും അധികം റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഉറപ്പായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 8921440580 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് എൻക്വയറിക്ക് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എൻക്വയറി നടത്താവുന്നതാണ്. അപ്പോൾ മറക്കേണ്ട, ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എനേബിൾ വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. The association president's remarks were so dash that several committee members walked out of the meeting. നമ്മൾ ഇവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചോദ്യം നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി അർത്ഥത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാന്ദർഭികമായിട്ട് അർത്ഥം ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അസോസിയേഷന്റെ പ്രസിഡന്റ് ഒരു റിമാർക്ക് നടത്തി. അത് എങ്ങനെയോ ഉള്ളതായിരുന്നു. നമുക്ക് കുറച്ചധികം അഡ്ജക്റ്റീവുകളാണ്. അതായത് ഇവിടെ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് നടത്തിയ റിമാർക്കിനെ പറ്റിയാണ്, അല്ലെ? റിമാർക്ക് എങ്ങനെയുള്ളതാണ് എന്നുള്ള സെന്റൻസ് ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെ? ആ റിമാർക്ക് എങ്ങനെയോ ഉള്ളതായിരുന്നു. അത് കാരണം എന്ത് സംഭവിച്ചു? സെവറൽ, വിവിധ കമ്മിറ്റി മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഒന്നിലധികം പല കമ്മിറ്റി മെമ്പേഴ്സ് എന്ത് ചെയ്തു? വാക്ക്ഡ് ഔട്ട് ഓഫ് ദ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയുള്ളതായിരിക്കണം? കോപം ജനിപ്പിക്കുന്ന, നീരസം ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആളുകളെ എൻറേജ് ചെയ്യിക്കുന്ന രീതിയിലുള്ള, ആളുകളെ ദേഷ്യം പിടിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇവിടെ നോക്കിയേ, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്രീറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രഹസ്യ സ്വഭാവമുള്ളത്. അപ്പൊ നമുക്കിവിടെ കൺഫ്യൂഷൻ തോന്നും. രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് ആളുകൾ ഇറങ്ങിപ്പോയതാണോ? അല്ല. രഹസ്യ സ്വഭാവം ഉള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആളുകളെ ഇറക്കി വിടും. ഇവിടെ എന്താണ് ചെയ്തത്? ആളുകൾ സ്വമേധയാ ഇറങ്ങി പോവുകയാണ് ചെയ്തത്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? അവർക്ക് നീരസം തോന്നിയിട്ടാണ് പോയത്. അപ്പൊ നമുക്ക് ഡിസ്ക്രീറ്റ് അല്ല. ഇൻട്രസ്റ്റിംഗ്, വളരെ താല്പര്യമുള്ളതാണെങ്കിൽ ആളുകൾ ഇറങ്ങി പോകുമോ? ഇല്ല. എക്സംപ്ലറി, വളരെ മാറ്റി നിർത്തുവാൻ പറ്റുന്ന അത്രയും മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി നടത്തിയത്. അതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി പോവോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ 3 ഓപ്ഷൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്ന സിമ്പിളിലേക്ക്, ആൻസറിലേക്ക് നമുക്ക് കിടക്കാം. ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ, ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴുക്കുന്നതിനൊക്കെ നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ എന്തെന്ന് പറയും? ഫ്ലമേഷൻ അല്ലെങ്കിൽ ഫ്ലെയിംസ്, അഗ്നി പിടിക്കുക, തീ പിടിപ്പിക്കുന്നത്, എൻറേജ് ചെയ്യിപ്പിക്കുന്നത്. ഇൻഫ്ലമേറ്ററി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? എൻറേജിങ് അഥവാ ദേഷ്യം പിടിപ്പിക്കുന്ന, ആളുകളിൽ നീരസം ജനിപ്പിക്കുന്ന എന്നർത്ഥം വരുന്ന വാക്കാണ് ഇൻഫ്ലമേറ്ററി. ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇൻഫ്ലമേറ്ററി എന്നാണ്. ഇൻഫ്ലമേറ്ററി മീൻസ് ടു എൻറേജ് സംവൺ. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. നമുക്ക് ക്യാപിറ്റൽസിൽ തന്നിട്ടുള്ള വാക്കിൽ ഓപ്പോസിറ്റ് അർത്ഥമുള്ളതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വാക്ക് ഓപ്ഷൻസിൽ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഫ്ലോലെസ്, പെർഫെക്റ്റ്, പ്രിസൈസ്, ഡിഫക്റ്റീവ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫ്ലോലെസ്, പെർഫെക്റ്റ്, പ്രിസൈസ്, ഡിഫക്റ്റീവ്. നമുക്ക് ഇവിടെ തന്നെ ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. നോക്കിയേ, നമ്മുടെ കയ്യിലുള്ള 3 ഓപ്ഷൻസ് നോക്കിയേ. ഫ്ലോലെസ്, പെർഫെക്റ്റ്, പ്രിസൈസ്, 3ന്റെയും അർത്ഥം സെയിം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റില്ലാത്ത, അല്ലെ, കുറവില്ലാത്ത, മോശമല്ലാത്ത, ഏറ്റവും മികച്ചത് എന്നർത്ഥം വരുന്നതാണ് എന്ത്? ഫ്ലോലെസ്, പെർഫെക്റ്റ്, പ്രിസൈസ് എന്നീ ഓപ്ഷൻസ് 3 അല്ലെ? അപ്പോ അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫക്റ്റീവ് ആണെന്നാണോ? അല്ല. നമ്മളുടെ ചോദ്യം എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഇംപെക്കബിൾ എന്നുള്ളതിന്റെ അർത്ഥമാണ് ഫ്ലോലെസ്, പെർഫെക്റ്റ്, പ്രിസൈസ് എന്നുള്ളത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് എന്നാണ്. ഇംപെക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോശമില്ലാത്ത, മികച്ച, ഏറ്റവും മികച്ച എന്നർത്ഥമാണ് എന്തിനുള്ളത്? ഇംപെക്കബിൾ എന്ന് പറയുന്ന വാക്കിന് ഉള്ളത്. Find out a word which is nearest to the opposite in meaning to the word given in capitals. നമുക്ക് തന്നിട്ടുള്ള വാക്കുകളിൽ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വാക്ക് റിക്കാൽസിട്രന്റ് എന്നുള്ളതാണ് നമ്മളുടെ വാക്ക്. റിക്കാൽസിട്രന്റ്. ആൻസർ നോക്കി,
ഒബീഡിയന്റ്, അൺറൂളി, റിബല്യസ്, ഒബ്സ്റ്റിനേറ്റ്. നോക്കിയേ, ഇവിടെ അൺറൂളി എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചടക്കമില്ലാത്ത, വിധേയത്വമില്ലാത്ത, ഒബീഡിയൻസ് ഇല്ലാത്ത, റിബല്ലായിട്ട് നിൽക്കുന്ന, ഒരാൾ പറഞ്ഞാൽ അതിനെ എതിർത്ത് സംസാരിക്കുന്ന, എതിർപ്പ് കാണിക്കുന്ന റിബല്യസ്. ഒബ്സ്റ്റിനേറ്റും സെയിം മീനിങ് തന്നെയാണ്. ഇപ്പൊ റിക്കാൽസിട്രന്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അൺറൂളി, റിബല്യസ്, ഒബ്സ്റ്റിനേറ്റ് എന്നൊക്കെയാണ്. ഓപ്പോസിറ്റ് മീനിങ് പറയുന്നത് എന്താണ്? ഒബീഡിയന്റ്, ഡിസൊബീഡിയന്റ്, റിബല്യസ്, റിബൽ എന്നുള്ളതൊക്കെയാണ് എന്തിന്റെ അർത്ഥം? റിക്കാൽസിട്രന്റിന്റെ അർത്ഥം. ഓക്കെ, യെസ്. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. അതുപോലെ തന്നെ ടാക്കിറ്റേൺ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നോക്കിയാൽ സൈലന്റ്, റിസർവ്ഡ്, ലക്കോണിക് അല്ലെ. ഇവിടെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ടാക്കിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലന്റ്, റിസർവ്ഡ്, ലക്കോണിക്. ഓപ്പോസിറ്റ് മീനിങ് വരുന്ന അപ്പൊ എന്തായിരിക്കും? ടോക്കറ്റീവ്. ടാക്കിറ്റേൺ ടോക്കറ്റീവ്. വാചാലനായിട്ടുള്ള ആളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ടാക്കിറ്റേൺ നമ്മൾ വിളിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾക്ക് ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് കാണും, വായെടുത്താൽ സംസാരം നിർത്താത്ത കൂട്ടുകാർ അല്ലെ. അവരെ നമ്മൾ എന്തുമായിട്ട് ഓർത്തു വെക്കുക? ടാക്കിറ്റേൺ എന്ന് വിളിച്ച് ഓർത്തു വെക്കുക. ഇങ്ങനെ നമ്മൾ ചെറിയ ട്രിക്കുകളൂടെ നമുക്ക് ഓർത്തു വെക്കാം. അപ്പോൾ ടാക്കിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അർത്ഥം? ഇറ്റ് മീൻസ് വാട്ട്? ടോക്കറ്റീവ് അല്ല, എന്താണ്? സൈലന്റ്, റിസർവ്ഡ്, ലക്കോണിക് അല്ലെ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ടാക്കിറ്റേൺ എന്ന് വിളിക്കുന്നത്. സംസാരിക്കാത്ത, അതുപോലെ തന്നെ ഒരുപാട് ഇടപഴകാത്ത, അല്ലെങ്കിൽ ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കാത്ത, അന്തർമുഖരായിട്ടുള്ള ആളുകളെ നമ്മൾ ടാക്കിറ്റേൺ നമ്മൾ വിളിക്കും. ഫൈൻഡ് ഔട്ട് എ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ഗിവൺ ഇൻ ക്യാപിറ്റൽസ്. ഇവിടെ ഓപ്പോസിറ്റ് അല്ല, നിയറസ്റ്റ് ഇൻ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കോജന്റ്, മഡിൽഡ്, ഇൻഎഫക്റ്റീവ്, വെയ്ഗ്, പെർസ്വേസീവ്. ഇവിടെ നിന്ന് തന്നെ കണ്ടോ ഓപ്ഷൻസ് നോക്കിയേ. മഡിൽഡ് ഉണ്ട്, ഇൻഎഫക്റ്റീവ് ഉണ്ട്, വേഗ് ഉണ്ട്. മൂന്നും സിമിലർ മീനിങ് ഉള്ളതാണ്. ക്ലിയർ അല്ലാത്ത, അല്ലെങ്കിൽ എന്താണ്? ക്ലിയർ അല്ലാത്ത, അതുപോലെ തന്നെ എന്താണ്? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, ബ്ലറി ആയിട്ടുള്ള എന്നുള്ളതൊക്കെയാണ് എന്തിന്റെ അർത്ഥം? കോജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ മഡിൽഡ്, ഇൻഎഫക്റ്റീവ്, വേഗ് എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം. അതിന് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? കോജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് മീൻസ് പെർസ്വേസീവ്, ക്ലിയർ ഓർ വെരി ഇൻടാക്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ചോദ്യമാണ് മക്കളെ ഇംപെർവിയസ്. ഇതിൽ ഏറ്റവും സിമിലർ ആയിട്ടുള്ള മീനിങ് നോക്കിയേ. പെർമിയബിൾ, അബ്സോർബന്റ്, അൺസീൽഡ്. ഇവിടെ എന്താണ്? ഒന്നിൽ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്ന, കടന്നു പോകാൻ സാധിക്കുന്നത് എന്താണ്? പെർമിസിബിൾ എന്ന് നമ്മൾ പറയും അല്ലെ. പെർമിഷൻ ഉണ്ട്, നിങ്ങൾക്ക് കടന്നു വരാൻ പെർമിഷൻ ഉണ്ട്, അകത്തേക്ക് കടക്കുവാനായിട്ട് പെർമിഷൻ ഉണ്ട്. പെർമിസിബിൾ, പെർമിയബിൾ അല്ലെ. അപ്പോ ഇങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റാതെ വന്നാൽ അത് ഇംപെർമിയബിൾ അല്ലെ. അപ്പോ ഇംപെർവിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപെനട്രേറ്റബിൾ ആണ് അല്ലെ. ഇമ്പ് കൂട്ടി വന്നാൽ അത് എന്തായിരിക്കും മക്കളെ? അത് മിക്കവാറും നെഗറ്റീവ് മീനിങ് ഉള്ള ഒരു വാക്കായിരിക്കും. ഇംപോസിബിൾ അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ഇംപെനട്രബിൾ, ഇംപെർമിയബിൾ, അതുപോലെ തന്നെ ഇംപെർവിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ലെറ്റിംഗ് സംതിങ് ഇൻസൈഡ് ഓർ നോട്ട് ലെറ്റിംഗ് സംതിങ് പാസ്. മറ്റൊരു വാക്ക് നമുക്ക് നോക്കിയാലോ. സിക്കോഫാന്റ്. വളരെ അധികം കഴിഞ്ഞ തവണ ക്ലീ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. സിക്കോഫാന്റ് എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? ഫ്ലാറ്ററർ, അരഗന്റ്, സുപ്പീരിയർ, ക്രിട്ടിക്. ഓക്കെ, ആൻസറിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയല്ലേ? ഓപ്ഷൻ ബി, സി, ഡി, എ. ഇതിൽ 3 ഓപ്ഷൻസിന് സിമിലർ മീനിങ് ആണുള്ളത്. അതിനായിട്ട് വേർതിട്ട് നിൽക്കുന്ന ഒറ്റ ആൻസർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ നമുക്ക് സിക്കോഫാന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാം. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യമാണ് മക്കളെ, മെൻഡേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ നിയറസ്റ്റ് മീനിങ് ഉള്ള വാക്ക് ഏത്? ട്രൂത്ത്ഫുൾ, ഓണസ്റ്റ്, മിസ്ലീഡിങ്, സ്ട്രേറ്റ് ഫോർവേഡ്. നോക്കിയേ, മെൻഡേഷ്യസ്. മെൻ എന്ന് കൂട്ടി വരുന്ന സാധനങ്ങളെല്ലാം എന്തുള്ളതായിരിക്കും? നെഗറ്റീവ് അല്ലെങ്കിൽ എന്താണ് മീനിങ് ഉള്ളതായിരിക്കും. മെന്നൊക്കെ കൂട്ടി വരുന്നത് മാൽ ന്യൂട്രീഷൻ, മാലഫിഷ്യന്റ്, മലീഷ്യസ്. അതുപോലെ മെൻഡേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെൻഡിങ്, ബെൻഡിങ് ഓർ വോട്ട് മിസ്ലീഡിങ് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് എന്ന് പറയുന്നത് മെൻഡേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. കണ്ടോ, ട്രൂത്ത്ഫുൾ, ഓണസ്റ്റ്, സ്ട്രേറ്റ് ഫോർവേഡ്. ഇത് 3 സിമിലർ മീനിങ് ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒറ്റ മീനിങ് മാത്രമേ ഉള്ളൂ. കാരണം ട്രൂത്ത്ഫുൾ ആയി കഴിഞ്ഞാൽ ഓണസ്റ്റും ശരിയാവും, സ്ട്രേറ്റ് ഫോർവേഡും ശരിയാവും. നമുക്ക് ഒറ്റ ഓപ്ഷനിൽ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, മിസ്ലീഡിങ് മാത്രമാണ്. മെൻഡേഷ്യസ് എന്ന് പറഞ്ഞാൽ മിസ്ലീഡിങ് മാത്രമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വൊക്കാബുലറികൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം തന്നെ എന്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കും? നമുക്ക് നമ്മുടെ ബാങ്ക് പരീക്ഷകളിലെ മാർക്ക് നമുക്ക് ഇംഗ്ലീഷ് സൈഡിൽ നിന്ന് മിസ്സാവാതെ മാക്സിമം മാർക്കുകൾ സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച
നിങ്ങളുടെ ബാങ്കിങ് കരിയറിലേക്കുള്ള സ്റ്റെപ്പ് ഏറ്റവും ഫാസ്റ്റായിട്ട് ബെറ്ററായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയിട്ടാണ് നമ്മളുടെ 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ബാങ്ക് ജോലി നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ CSEBയുടെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാച്ചിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഉറപ്പായിട്ട് നമ്മളെ ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള അപ്ഡേറ്റഡ് എഡ്യൂക്കേറ്റീവ് കണ്ടന്റുകൾ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. Until we meet again with more vocabulary, English and grammar, this is me, Alfin Abdul Salam, signing off. Thank you.